ഈ പ്രദേശത്തിലെ ഒട്ടുമിക്ക വീടുകളൊക്കെ ഇടിഞ്ഞു വീഴാറായ സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ പറയുന്ന പോലെ എന്താണ് ഇവിടുത്തെ പൊതുവെയുള്ള പ്രശ്നം? എന്താണ്? നിങ്ങളൊക്കെ നേരത്തെ 2020 പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടെ ഇത്രയും പറമ്പിലുണ്ടായിരുന്ന വീടുകളെല്ലാം ഷെഡുകളായിരുന്നു. ഷെഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ പോലെ പ്ലാസ്റ്റിക് മറച്ചാലും ഞങ്ങളെല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പൊതുവായിട്ടൊരു വഴി പോലും ഇല്ല ഇതില്ല നടക്കാൻ. എന്നുവെച്ചാൽ ഇപ്പം ഈ ഓരോരോ ഷീറ്റും അതും ഇതൊക്കെ മേഞ്ഞുകൊണ്ട് ഈ പറമ്പിലേക്ക് നോക്കുമ്പോൾ ഒരു ഐശ്വര്യമുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ കിടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ആ കണ്ടീഷനിൽ ഞങ്ങൾ കിടന്നത്. മഴയൊക്കെ പെയ്യാൻ നേരത്ത് ഈ പാളയം കണ്ടിക്കണ്ടത് കുത്തിത്തിരികി അങ്ങനെ ഒരു ഈ 2020 പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു, നമുക്ക് നമ്മുടെ പറമ്പും നമുക്ക് വഴിയും വീടും നിങ്ങൾക്കെല്ലാം ഞങ്ങൾ ചെയ്തു തരുമെന്ന്. ഞങ്ങൾ അത് വിശ്വസിച്ചു. ആ സമയത്ത് എന്റെ വീട് മണ്ണിന്റെ ഇഷ്ടിക വെച്ച് പകുതി വിട്ടുള്ള പ്ലേസുള്ള വീടാ. സാറിവിടെ ഇത് 1ാം വാർഡായിരുന്നു. സാറിവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു, ഈ കാണാവുന്ന വീടുകളെല്ലാം ഞങ്ങള് നിങ്ങൾക്ക് നന്നാക്കി തരും, ഇതെല്ലാം ക്ലിയർ ആക്കി തരും. സാറ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളപ്പോ അവരുടെ കൂടെ പ്രചരണത്തിനും ജാഥയ്ക്കും ഞങ്ങൾക്ക് വേണ്ടത് കിടക്കാനൊരു ഒരു വീടാണ്. ഞങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ഞങ്ങൾക്ക് പട്ടയവും ഇല്ല, ഇതിനൊരു രേഖയില്ലാത്ത ഭൂമിയിലാണ് കിടക്കണം. കറണ്ട് ഉണ്ട്, ഇങ്ങനെ വലിച്ചിട്ട് ഇതുമെന്ന് കത്തിക്കാന്നല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല. ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങൾ അതിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പറമ്പില് 1ാം വാർഡിൽ സാറ് ജയിച്ചതിന് ശേഷം ഞങ്ങളുടെ മെമ്പർ മിനി എന്ന വ്യക്തി ജയിച്ചതിന് ശേഷം ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളിൽ ഒരാളായിരുന്നു അവര്, ഞങ്ങളെ പോലെ സാധാരണ ഒരാളായിരുന്നു. അവരും ഇതുപോലെ തന്നെ ഷെഡ് വെച്ച് കിടന്നു. അപ്പൊ ഞങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അവർക്ക് മനസ്സിലാവുമല്ലോ. വലിയ വീട്ടിലെ ആളല്ലായിരുന്നു. ഞങ്ങൾ അവരെ ജയിപ്പിച്ചു. അവര് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ജയിപ്പിച്ചു. 1ാം വാർഡിൽ സാറ് ഈ വീടുകളൊക്കെ സന്ദർശിക്കാൻ വന്നപ്പോ എനിക്കുണ്ടായ അനുഭവമാണ്. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുത്തി നോക്കി. കുറെ ആൾക്കാരും ഉണ്ട്. അന്നേരം പറഞ്ഞു, ഈ വീട് തേച്ചേക്കണതാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വീട് തേച്ചിട്ടില്ല, ഇത് മണ്ണിന്റെ വീടാ. ചെറിയൊരു ഓടൊക്കെ മേഞ്ഞ ഒരു ചെറിയ വീടായിരുന്നു. അത് പൊളിച്ച് ഞങ്ങള് പിള്ളേരായതിനു ശേഷം ചെയ്തതാണ്. ഇത് മണ്ണിന്റെ വീടല്ല. ശരി ചേച്ചിക്കുണ്ട്. അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ മോളിക്കട ഇങ്ങനെ ഇട്ടേക്കാണ്, ഈ ഓടിന്റെ മോളിക്കട. അപ്പൊ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ ശരിയാക്കി തരും, നമ്മള് ഭരണത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ, കാര്യങ്ങളെല്ലാം മംഗളമാക്കി തരും, നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും എല്ലാം മാറും. ഞങ്ങൾ അത് വിശ്വസിച്ചു. അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് സാറ് ജയിച്ചു. പിന്നെ 2ാമത്തെ ഘട്ടത്തിൽ സാറ് ജയിച്ചു വന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ പട്ടയം ഉണ്ടാക്കി തരാമെന്ന്. അതിലും ഞങ്ങൾ വിശ്വസിച്ചു. കാരണം രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവരുടെ കൂടെ ജാഥ പണിക്കൊന്നും പോണില്ല. വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം മൊത്തം അളക്കണമെന്ന് പറഞ്ഞു. ഓ, ഞങ്ങൾ ഈ പാവങ്ങളല്ലേ, ഇവര് പറയുന്നത് ഓരോന്നോരോന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ മെമ്പറോട് വെച്ച് മെമ്പർ പറഞ്ഞു, ചേച്ചി ഇന്ന പോലെയാണ് കാര്യങ്ങൾ, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഓടി വന്ന് എന്റെ അടുത്ത് പറയും, ഇന്ന പോലെയാണ് കാര്യങ്ങൾ, ഇന്നതുപോലെ ചെയ്യണം. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ആ രീതിയിൽ വിളിക്കാറ്, മെമ്പറേന്നൊന്നും വിളിക്കാറില്ല. മോളെ, ഞങ്ങൾക്ക് എത്രയും വേഗം അത് ചെയ്തു തരാണെങ്കിൽ ഉപകാരമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത ഞങ്ങളിങ്ങനെ വെറുതെ കിടക്കണമെന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ മെമ്പർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് സ്ഥലം അളപ്പിക്കാന്ന് പറഞ്ഞു. സ്ഥലം ഇവിടെ വന്ന് കുറെ ചങ്ങലയും കയറും വള്ളിയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ ഞങ്ങളും കുറ്റിയും കല്ലൊക്കെ വെച്ചു. അപ്പൊ ഞങ്ങൾക്കൊരു വിശ്വാസമായി. 6 സെന്റ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അത് തന്നെ വലിയൊരു ഉപകാരം എന്ന് വെച്ച് ഞങ്ങളിങ്ങനെ ഒന്നായിട്ട് കിടക്കണ്ടല്ലോ, ഇത് എന്റെയാണ് എന്തിന്റെയാണെന്ന് എന്നും പ്രശ്നമാണ് ഈ പറമ്പിൽ. കാരണം കല്ലിന്റെ ആകെ ഒന്നുമില്ല. ഇപ്പൊ നോക്കുമ്പോ ഒരു വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ. ഈ പറമ്പിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ കുറച്ച് വീടുകൾ ഇങ്ങനെ കിടക്കുന്നു, കുറച്ച് വീടുകൾ ഇങ്ങനെ കിടക്കും. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ആ അളവ് കഴിഞ്ഞ് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അനക്കൊന്നുമില്ല. ഞങ്ങൾ പൈസയും കൊടുത്തു. ഞങ്ങളോട് ഒരു ആള് വീതം 1000 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പൈസയും കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവര് 2ാം ഘട്ടത്തിൽ അങ്ങോട്ട് വന്നു തോന്നുന്നത്. പിന്നെ ഇതിന് വന്നു. പിന്നെ ഞങ്ങൾ വില്ലേജ് ചെന്ന് കഴിഞ്ഞപ്പോ ആ പേപ്പറിൽ ഒപ്പിടണം, ഈ പേപ്പറിൽ ഒപ്പിടണം എന്ന് പറഞ്ഞു ഞങ്ങൾ കുറെ ഒപ്പിട്ട് കൊടുത്തു. ഇനി നിങ്ങളെ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന്. ഈ നിമിഷം വരെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല. ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ അവരെ പുറകെ കിടക്കുന്നത്? ഞാനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പാകമായപ്പോൾ CPM ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, സാർ ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോ എന്തായാലും ഞങ്ങളുടെ കോളനി നന്നായി കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങളെ വിശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് ഈ പറമ്പില് അതിന്റെ ഇടയിൽ കൂടെ തന്നെ എന്റെ ഓട് മേഞ്ഞ വീടായിരുന്നു. കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇവരുടെ കൂടെ കൊടി പിടിക്കാൻ നടക്കാണ്. ഏറ്റവും മുൻപന്തിയിലുണ്ട്. പണി മെനക്കെട്ട് ഈ 1000-600 രൂപയ്ക്ക് പോണം. ഞങ്ങളൊക്കെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോ ഇവിടെ വണ്ടിയും വന്ന് ഇവരുടെ പുറകെ പോവാണ്. ഞാനിവിടെ എന്ത് കാര്യത്തിലുണ്ടെങ്കിലും ഓടി വരും. ഇവരും ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പോവാണ്. പോയി കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണെന്നറിയാമോ, നമുക്കൊരു കിടക്കാനൊരു നല്ലൊരു വീട്, നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മുടെ മക്കൾക്കെങ്കിലും കയറി കിടക്കാൻ ഒരു രേഖ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചു. എനിക്ക് ഇപ്പൊ ഈ വീട് ഞാൻ പണിതിട്ടിട്ട് ഈ ഇസാഫോ മുത്തൂറ്റ് അങ്ങനെ ആഴ്ചയിൽ തന്നെ വേണം എനിക്ക് 14,000 രൂപ. നമ്മൾ സാധാരണ കൂലിപ്പണിക്ക് പോണവരാണ്. ഇപ്പോഴും ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ ഇത്രയും പണിത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക്
എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സഹായം. പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവര് വീട്ടിൽ ചെല്ലുമ്പോ ആ പറയാട്ടോ ചേച്ചി, അല്ലെ നമ്മുടെ മെമ്പറെ കാണുമ്പോ ആ ശരി ആയിക്കോട്ടെ നമുക്ക് പരിഹരിക്കാം. അതിനുശേഷം ഇവിടെ ഈ മെമ്പർ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആ മെമ്പർ വോട്ട് മേടിച്ചു പോയതിനു ശേഷം ഇവിടെ ഈ സീറ്റ് ലൈറ്റ് ഇടാൻ വന്നിട്ടുണ്ട് പുള്ളി. പിന്നെ അന്ന് പറമ്പ് അളന്നപ്പോ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊന്നും ഒരു കാര്യം പറഞ്ഞാ മുഖവരിക്ക് എടുക്കാത്ത ആളുകളില്ലേ, നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിയുമ്പോ നമ്മളൊരു സാധാരണക്കാരെന്നുള്ള നിലയിൽ നമ്മളിപ്പോ ഒരു ചെറിയ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പറയുമ്പോ ഒന്നല്ലെങ്കിൽ അത് കേട്ടിട്ട് അതിനൊരു തീരുമാനം എത്തി തന്നെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തന്നെ. ഞങ്ങളുടെ ഈ പറമ്പില് 2020 എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു. ഈ 16 കോടി രൂപ ഈ പഞ്ചായത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്രയും ആളുകൾ എങ്ങനെ ദുരിതത്തിലാക്കിയിട്ട് എങ്ങനെയാണ് അവർക്ക് അത് പറയാൻ കഴിയുന്നത്? ഈ പറയുന്ന പോലെ 16 കോടി രൂപ ഇനി മിച്ചമുണ്ട്, ഇനി ഇവിടെ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് 2020 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ കാണുന്നത് സത്യമല്ലേ? ഇത് സത്യമല്ല എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ പിന്നെ നമ്മൾ ഈ കാണുന്നത് സത്യമല്ലേ? യാഥാർത്ഥ്യം ഇതുപോലെ കിടക്കുന്ന പാവങ്ങളല്ലേ ഞങ്ങളിപ്പോ ഇവിടെ വീട്ടിൽ നിന്ന് കയറി കിടക്കുന്നത്. ഇത് ഗവൺമെന്റ് അവരുടെ സ്ഥലം എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങളെ കുഞ്ഞുങ്ങളെ മാരിക്കെട്ടി അങ്ങോട്ട് പോകും. ഇന്നും ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. കയറി ഇറങ്ങി ഇപ്പൊ ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാരും ഇടപെട്ടു, നമ്മുടെ CPM ആൾക്കാർ ഇടപെട്ടു. ഞങ്ങൾ ഈ 2020 ഇവരെ വിളിക്കുമ്പോൾ ഞങ്ങൾ പോകില്ല. കാരണം ഇവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇംഗ്ലാവ് വിളിച്ചോണ്ടോ ഞങ്ങള്. സത്യം, ഞാൻ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം തരുന്നില്ലേ, തരും, ഇന്നല്ലെങ്കിൽ നാളെ തരും എന്നുള്ള പ്രതീക്ഷയില് നമ്മുടെ നാട്ടിലുള്ളവരെ പോലും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ഇവരുടെ കൂടെ കൊടിയും പിടിച്ച് ചീത്തയും പറഞ്ഞു പോവുക. പക്ഷെ ഇന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോ ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഞങ്ങളുടെ പട്ടയത്തിന്റെ കാര്യങ്ങളും പേപ്പറുകളും ഇത് ഏത് വന്ന ഈ പറമ്പ് എവിടെയാണ് എന്താണ്. ഞങ്ങൾ പോകുമ്പോ അവര് പറയും ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, അച്ഛന്റെ പേര് പേപ്പറില്ല, അപ്പൂപ്പന്റെ പേരെന്താ, അമ്മൂമ്മയുടെ പേരെന്താ. ഞങ്ങളോട് വെച്ച് ഞങ്ങൾ അറിയണ എങ്ങനെയാണ്? 42 വർഷം കഴിഞ്ഞ് ഞങ്ങളിവിടെ താമസിക്കുന്നു. ഒരു രേഖയില്ല. എന്നാൽ ഈ ഒരു രേഖയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിന്നത്. പക്ഷെ യാഥാർത്ഥ്യം ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഇപ്പൊ നമ്മൾ കൺമുമ്പിൽ ഇതിനെ കാണുമല്ലോ. ഇത് ഈ നിലവിലെ അന്നുണ്ടായിരുന്ന ഈ 2020 പലവൃത്തിച്ചിരുന്ന പല ആൾക്കാരും പാർട്ടി വിട്ടോ? നിലവിൽ ഈ 2020 വിട്ടോ? അത് ഒത്തിരി പേര് വിട്ടു എന്നാ തോന്നുന്നു. കുറെ പേര് അതിൽ നിന്ന് പിന്തിരിഞ്ഞു, കുറെ പേര് അതിന്റെ ഉൾക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ ഞങ്ങളിപ്പോ 2020 ഇങ്ങോട്ട് വിട്ടുനിന്ന്. കാരണം ഞങ്ങളുടെ പട്ടയത്തിന്റെ കാര്യം വന്നപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പിന്മാറി. കാരണം ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ സാറ് പറഞ്ഞു എന്നാ പറയുന്നത്, ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ കമ്മിറ്റി മീറ്റിംഗിലും ഇവിടെ കുറെ മെമ്പർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് ഇനി സാറൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങളുടെ മനസ്സ് തകർന്നു. കാരണം ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഒരു രേഖ, ഒരു പട്ടയം അത് ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ കുറച്ച് ഞങ്ങളുടെ CPM കുറച്ച് പിള്ളേരെല്ലാരും കൂടി ഞങ്ങൾക്ക് അത് ശരിയാക്കി തരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവരുടെ കൂടെ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകാറുള്ളൂ. സത്യം പറയാണ്. ഇപ്പൊ ഇത് എവിടെ കേട്ടാലും യാഥാർത്ഥ്യം ഒരു സത്യമാണ്. ചേച്ചി ഇത് ഇന്ന കാര്യമുണ്ട്, നിങ്ങൾ അവിടെ വരും എന്ന് പറഞ്ഞോട്ടാ. അപ്പൊ ഇത് എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പട്ടയത്തിന്റെ കാര്യങ്ങളാണ്, ഇത് ഇന്ന ദിവസം നിങ്ങൾ വരണം. ഞങ്ങളുടെ കൂടെ തന്നെ അവര് തിരുവനന്തപുരത്ത് പോണോ, കൊച്ചിക്ക് പോണോ, എവിടെ പോണോ, അതുങ്ങൾ കാശ്, ഞങ്ങളൊന്നും 10 പൈസ കൊടുക്കണില്ല. ഞങ്ങൾക്ക് അത് ചെയ്തു തരുന്നത് അവരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പട്ടയം കിട്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളോട് മറ്റവരും പറഞ്ഞത്, 20 പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. അവിടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഈ കോളനി കിടക്കുന്ന എല്ലാവരും പോയായിരുന്നു. അവിടെ ചെല്ലണം, ഇവിടെ ചെല്ലണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകും. പിറ്റേ ദിവസം 4 ദിവസം കഴിയുമ്പോ അവിടെ ഒരു പരിപാടി ഉണ്ട്, അങ്ങോട്ട് പറഞ്ഞോട്ടാ, നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കണം. ആ പരിപാടിക്ക് പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ പരിപാടിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കാർഡ് റദ്ദാക്കൂന്ന് പറയും. ഇല്ലെങ്കിൽ പിന്നെ നമ്മള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടത്തിക്കാടെന്ന് പറഞ്ഞ സ്ഥലം മൊത്തം 2020 കൂടാരായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പോഴല്ല സാറ് ഞങ്ങളോട് ചെയ്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു ഉമ്മരം, കുറച്ചൊക്കെ പണിതിട്ട ആൾക്കാർക്ക് എനിക്ക് മെയിൻ്റനൻസ് ഉണ്ടായി, അതുപോലും ഇല്ല. ഇവര് പറയും ഞങ്ങളുടെ അടുത്ത് നാളെ ചെയ്തു തരാം, മറ്റന്നാൾ ചെയ്തു തരാം. ഇതിങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ, ഒരു കാര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇതേ പട്ടയം അടുത്ത മാസം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2-3 പ്രാവശ്യം ഞങ്ങൾ പോയി. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവരെ പോലെയുള്ള ആൾക്കാരാണ്, ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. എന്റെ അച്ഛന്റെ പെങ്ങന്മാരാ, അവർക്കൊന്നും ഒരു വിദ്യാഭ്യാസം ഇല്ല. ഇവരൊക്കെ കയറി ചെല്ലുമ്പോ എന്താ പറയണ്ടേ എനിക്ക് ശരിക്കും അറിയില്ല. നമ്മൾ എവിടെ പോകണ്ടേ, എന്താ ചെയ്യണ്ടേ. ഓരോ സാറുമാരെ അടുത്ത് ചെല്ലുമ്പോ അവിടെ പോയി ഒപ്പിട്, ഇവിടെ പോയി ഒപ്പിടുന്നു, നമുക്കറിയില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് സുധീറും പാർട്ടിക്കാരും ഞങ്ങൾക്ക് പിന്തുണയായിട്ട് നിൽക്കാണ്. ഞങ്ങളുടെ പട്ടയം നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ്, മേടിച്ചു തരും. അവരാണ് കാശ് മുടക്കും. ഇപ്പൊ നല്ല കാശ് മുടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് അവിടെ വരെ തൃപ്പൂണിത്തുറ വരെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടുപോകണം. ഞങ്ങളുടെ ചെലവും കാര്യങ്ങളൊന്നും ഇവർക്ക് എന്ത് കാര്യം ഇരിക്കുന്നു. അപ്പൊ എന്താണ് ഞങ്ങളുടെ ഈ കോളനിയിലേക്ക് ഒരു വഴി വേണമല്ലോ. ഇതിന്റെ ഈ 3 അടി വഴി ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് ഇതൊക്കെ ഞാൻ ചുമന്ന് പോണതാ, കഷ്ടപ്പെട്ട് കട്ട ചുമ. സാറിത് കണ്ടില്ല, സാറിനത് അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈ 1-ാം വാർഡിലെ സാറ് ഫസ്റ്റ് വന്നത്.
സാഡ് ഫസ്റ്റ് 1-ാം വാർഡായിരുന്നു, ഞങ്ങളുടെ 2020 1-ാം വാർഡായിരുന്നു. അപ്പൊ പിന്നെ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാ? ഇതാണ് യഥാർത്ഥത്തിൽ ഈ 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന്റെ അവസ്ഥ. ഇത് പറയുന്നത് ഈ 2020 നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ഇവിടുത്തെ യഥാർത്ഥ വാസ്തവം ഇതാണ്. ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനം ആവശ്യമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.